അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം പൈനാപ്പിൾ നമ്മളിതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. അത് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു അര കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അര കപ്പ് ചവ്വരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വാരി വെച്ചതാണ്. ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പാലിലൊന്ന് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വരട്ടെ. വെന്ത് വരുമ്പോൾ നമുക്ക് ചവ്വരി മൊത്തമായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് നമുക്ക് കോരി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ പരുവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കാതെ ഒന്ന് നോക്കുക. കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചവ്വരിയിലൊക്കെ നന്നായി മധുരം പിടിക്കട്ടെ. ഈ സമയം നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതാ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ചവ്വരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഒന്ന് തണുത്ത് ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏലക്കായോ വാനില എസൻസോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം ഈ പായസത്തിന്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളക്കണ്ട, ഒന്ന് തുള്ളി വന്നാൽ മതി. ഒന്ന് തിളപ്പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നെയ്യൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പായസത്തിൻ്റെ ഒരു മധുരം പൈനാപ്പിളിൻ്റെ ചെറിയൊരു പുളിപ്പും അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ പെരുന്നാൾ നമുക്ക് കളറാക്കിയെടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രക്ഷയില്ല കേട്ടോ മക്കളെ, സൂപ്പർ ടേസ്റ്റാണ്.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.